കേരളത്തിൽ ഭരണമാറ്റമുണ്ടായാൽ ആശമാരുടെ പ്രശ്നങ്ങൾ UDF പരിഹരിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തൊഴിലാളി വർഗത്തിൽ നിന്ന് മാറി മധ്യവർഗത്തിലേക്ക് കമ്മ്യൂണിസം എത്തിച്ചേർന്നു. ആശമാരുടെ കണ്ണീരൊപ്പാൻ ചെങ്കൊടിയില്ല എന്നാണ് CPM പറയുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭയിൽ പറഞ്ഞു. ദേശീയതലത്തിൽ എല്ലാവരോടും ഒത്തുചേർന്നാണ് SUCI പ്രവർത്തിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. INTUC പോലും ആശാസമരത്തോട് യോജിക്കുന്നില്ല എന്ന് TP രാമകൃഷ്ണൻ മറുപടി നൽകി. കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റമുണ്ടായാൽ ആശാ വർക്കേഴ്സ് ചെയ്യുന്ന ആ സമരത്തിന് ഫലമുണ്ടാകും. അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. അവർ വിഷമിക്കുന്ന ആളുകളാണ്. അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. ആ കണ്ണീരൊപ്പുന്നതിനകത്ത് ഈ ചെങ്കൊടി ഉണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ നോക്കിയിരിക്കുന്നത്. നിങ്ങൾ ആ ചെങ്കൊടി ഇല്ല എന്ന് പറയുകയാണ്. സർ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം അത് മധ്യ മേഖലയിൽ നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളുമായിട്ട് അതൊക്കെ നീങ്ങാണ്. തൊഴിലാളി വർഗത്തിൽ നിന്ന് മാറി സാവകാശം മധ്യവർഗത്തിലേക്ക് ഇത് പോവുകയാണ്. അവിടെയാണ് നിങ്ങൾ ലോ എന്ന് പറയണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. ദേശീയ തലത്തിൽ വലിയൊരു പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളാണ്. അതിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ആദ്യം INTUC, പിന്നെ AITUC, പിന്നെ HMS, പിന്നെ CITU, പിന്നെ AIUTUC. AIUTUC എന്ന് പറഞ്ഞാൽ SUCIയുടെ തൊഴിലാളി സംഘടനയാണ്. അപ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടി ദേശീയ തലത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇപ്പോൾ അങ്ങ് പറഞ്ഞ BJP സർക്കാരിൻ്റെ തൊഴിൽ നയത്തിനെതിരായിട്ട് പോരാടുന്നത്. ഇപ്പോൾ പാവപ്പെട്ട തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ അവരുടെ ഒരു സംഘടന സമരം ചെയ്തു, ന്യായമാണ് എന്ന് തോന്നിയപ്പോൾ, അത് ശരിയായ ഒരു ആവശ്യമാണ് എന്ന് തോന്നിയപ്പോൾ ഞങ്ങളതിന് പിന്തുണ കൊടുത്തു. അതിൽ എന്ത് തെറ്റാ? തൊഴിലുറപ്പ് ഡിമാൻഡ് 600 രൂപയാണ് മിനിമം വേജ് അല്ല ആവശ്യപ്പെട്ടിരിക്കുന്നത്. 600 രൂപ ഒരു ദിവസം കൂലി കൊടുക്കണം, 200 തൊഴിൽ ദിനങ്ങൾ അനുവദിക്കണം എന്നുള്ളതാണ്. അത്തരം ഡിമാൻഡുകൾ ഉയർത്തി ദേശീയ തലത്തിൽ നടത്തുന്ന പണിമുടക്കിന് 100% പിന്തുണയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനുള്ളത്. എന്നാൽ ഇവിടെ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് ഇതിന് താരതമ്യമില്ലാത്തതാണ് എന്നുള്ള കാര്യം കൂടി പറയണം. കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനയായ INTUC പോലും ആ സമരത്തോട് യോജിക്കുന്നില്ല. അതാണ് കേരളത്തിലെ യാഥാർത്ഥ്യം. സേഫ് സെയിൻ ലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സേഫ്, ആശമാരുടെ സമരം തുടങ്ങിയിട്ട് 40 ദിവസമാകുന്നു. ഇപ്പോൾ നിരാഹാരത്തിലേക്കും കടന്നിരിക്കുന്നു. ഇനിയിപ്പോൾ ഭരണമാറ്റം വേണ്ടിവരും ഈ ഒരു പ്രശ്നം തീരാനെന്നാണോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്? ഭരണമാറ്റം വരണമെങ്കിൽ സ്വാഭാവികമായിട്ട് 1 വർഷം കഴിയണം. ഇപ്പോൾ ഭരണം മാറി വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ അമൃത. എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു പ്രതീക്ഷ പങ്കുവെക്കുകയാണ്. അദ്ദേഹം 1 തവണയല്ല 2 തവണ ആ വിഷയം പറയുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം സൂചിപ്പിച്ചത് ആശമാരുടെ പ്രശ്നം അത് ഭരണമാറ്റം ഉണ്ടായാൽ എത്രയും വേഗത്തിൽ അത് പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾക്കറിയാം എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതിനൊപ്പം തന്നെ ഈ തൊഴിലാളി വർഗത്തിൽ നിന്ന് CPM-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പിന്മാറിയ മധ്യവർഗത്തിലേക്ക് എത്തിച്ചേരുകയാണ്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റാണ്, അതെനിക്കറിയാം എന്ന് സുമേഷിനെ നോക്കി പറയുന്നുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസം മനസ്സിലില്ലാത്ത ആൾക്കാർ ഇതിനിടയിലുണ്ട്. അവരോടാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുന്നത്. നിങ്ങൾ പഴയ കമ്മ്യൂണിസ്റ്റായി തിരിച്ചു വരണം, എങ്കിലേ തൊഴിലാളികളുടെ ഈ പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലാകൂ എന്നാണ് അദ്ദേഹം വിമർശന സ്വഭാവത്തിൽ പറഞ്ഞത്. ധനവിനിയോഗ ബില്ലിൻ്റെ ചർച്ചയുടെ ഏറ്റവും ഒടുവിലായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസാരിക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് KV സുമേഷ് സംസാരിച്ചത്. ഈ ധനവിനിയോഗ ബില്ലിൻ്റെ ചർച്ചയിടയിലാണ് ആശാസമരവും സജീവ വിഷയമായി തന്നെ വന്നത് അമൃത. അത് KV സുമേഷ് ഈ വിഷയത്തെ ഉന്നയിക്കുന്നത് SUCക്കാർ തങ്ങളെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വേണ്ടി വരികയാണ്, അവർ നൽകുന്നത് പ്രതിപക്ഷത്തിന് അത് മനസ്സിലാകുന്നില്ല എന്നുള്ള ചോദ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് VD സതീശൻ, അദ്ദേഹം സംസാരിക്കുന്നതിനിടയിലാണ് VD സതീശൻ ഈ ഇപ്പോൾ നമ്മൾ കേട്ട നേരത്തെ ഉള്ള കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അത് ന്യായമായ സമരമാണെന്ന് തോന്നിയത് കൊണ്ടാണ് അതിനെ പിന്തുണച്ചത്. അവർ 40 ദിവസമായി അവിടെ സമരം നടത്തുകയാണ്. ഒരു റിക്വസ്റ്റ് എന്ന നിലയിലാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് പോയി താൻ സംസാരിക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയോട് റിക്വസ്റ്റ് എന്ന നിലയിലാണ് ആ സമരം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞത്. അത് പരിഹരിക്കുക ആണ് വേണ്ടത്, അതാണ് നല്ലത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞ് വെക്കുകയും ചെയ്തു. പിന്നീട് ഇതിനിടയിൽ കയറി TP രാമകൃഷ്ണൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ നമ്മൾ കേട്ടതാണ്. കേന്ദ്രത്തിൽ സമരം നടത്തുന്നത് ഇവിടുത്തെ വിഷയവും രണ്ടും രണ്ടാണ്, ഇവിടുത്തെ മുദ്രാവാക്യത്തിനൊപ്പം INTUC പോലും ഇല്ല എന്ന രാഷ്ട്രീയം അദ്ദേഹം പറയുകയും ചെയ്തു. എന്തായാലും ധനവിനിയോഗ ബില്ലിൻ്റെ ചർച്ചയിൽ 3 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ കുറച്ച് ഭാഗത്ത് ആശാസമരവുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന സമരവുമായി ബന്ധപ്പെട്ട് ഭരണ പ്രതിപക്ഷ വാക്പോര് നമുക്ക് സഭയിൽ കാണാൻ കഴിഞ്ഞു അമൃത. ശരി, സേഫ് സെയിൻ ലാബ്ദീനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.